ഇതാണ് മക്കളെ ഇന്നത്തെ ഐറ്റം. വള്ളിക്കൊഴികൾ എന്നാണ് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഇതിന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വാങ്ങുന്നത് കേട്ടോ. അപ്പം കറി വെക്കുന്നതും ആദ്യമായിട്ടായിരിക്കുമല്ലോ. യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനാദ്യം തന്നെ ഞങ്ങൾ മീനൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ചീനച്ചട്ടി വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടാൻ ശേഷം ചെറിയുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ചെറിയുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉലുവ, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ കണ്ട റെസിപ്പിയിൽ തേങ്ങ ഇട്ടിട്ടില്ല, പക്ഷേ ഞാൻ 2 സ്പൂണ് തേങ്ങ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തേങ്ങ അരയ്ക്കാണ്ട് മീൻകറി വെക്കുന്നത് വളരെ റെയറായിട്ടാണ്. ഇവിടെ എനിക്കും തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തേങ്ങ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി, മുരിങ്ങയ്ക്ക, പിന്നെ എന്താണ് കറിവേപ്പില, ഇതൊക്കെ നമുക്ക് പച്ചമുളക് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ. ഞാൻ അപ്പുറത്തെ സൈഡിൽ ദോശയ്ക്കുള്ള കറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ ഒരു തന്ത്രപ്പാടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നല്ല മണം വരും കണ്ടോ. അടിപൊളിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഞാൻ പരീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.